കേരളത്തിലെ പ്രശസ്തമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇന്നലെ വൈകിട്ട് ഭക്തജനങ്ങൾ പ്രവേശിക്കുന്ന സമയത്ത് കാണപ്പെട്ട ക്യൂ നിയന്ത്രണത്തിന്റെ പൂർണ്ണ പരാജയം ദേവസ്വം ബോർഡിനെ വീണ്ടും വിമർശനത്തിനിരയാക്കി. ലോകോത്തര സംവിധാനങ്ങളായിരുന്ന ക്യൂ മാനേജ്മെന്റ് സംവിധാനങ്ങൾ നിർദ്ദേശപ്രകാരം പ്രവർത്തിപ്പിച്ചിരുന്നില്ല. ഇതോടെ ഭക്തജനങ്ങൾക്ക് അനിശ്ചിതമായ തിരക്ക് നേരിടേണ്ടി വന്നു. ഭക്തജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ദേവസ്വം ബോർഡ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന ടോക്കൺ സംവിധാനങ്ങളിലൂടെ ദർശന സംവിധാനം ഇതുവരെ നടപ്പിലാക്കാൻ താമസമുണ്ടായിട്ടുണ്ട്. ശക്തമായ ക്രമീകരണം നടത്താതെ ഭക്തജനങ്ങളുടെ കൃത്യമായ നിരീക്ഷണം സാധ്യമല്ല. ഇത് ഗുരുവായൂരിൽ വലിയ ദുരന്തം സംഭവിക്കാൻ സാധ്യത സൃഷ്ടിക്കുന്നു. ഒരു ദർശന സമയത്തെത്തുന്ന ആളുകളുടെ എണ്ണം നിയന്ത്രിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഇല്ലാതെയാണ് ഈ പ്രശ്നം ഉയരുന്നത്. ക്ഷേത്രം ചുറ്റും അനിശ്ചിതമായ ക്യൂവിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾ സഞ്ചരിക്കുന്നതുകൊണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കപ്പെടുന്നില്ല. ഫയർ സേഫ്റ്റി, അടിയന്തര വിദഗ്ധ സേവനങ്ങൾ എന്നിവയുടെ കാര്യക്ഷമത പ്രതിസന്ധിയിൽപ്പെട്ടിട്ടുണ്ട്. മുൻകൂർ രജിസ്ട്രേഷനുള്ള ടോക്കൺ സംവിധാനം ഉടൻ നടപ്പിലാക്കുകയും ദർശന സമയങ്ങളിൽ ആളുകളുടെ എണ്ണം നിയന്ത്രിക്കേണ്ടതും അനിവാര്യമാണ്. കൂടാതെ ക്യൂ ക്രമീകരണവും പ്രവേശന മാർഗങ്ങളും ശക്തിപ്പെടുത്തി ഭക്തജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. അല്ലാത്ത പക്ഷം ഇത് ഗുരുതര ഭവിഷ്യത്തുകൾക്ക് വഴിവെക്കും. ദർശന സമയത്ത് ക്യൂവിൽ നിൽക്കുന്നവരിൽ പലരും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടു. കുഞ്ഞുങ്ങളും മുതിർന്നവരും അടങ്ങിയ ഭക്തജനങ്ങൾ തിരക്കിൽ കൂടുതൽ അപകടത്തിലാകാൻ സാധ്യതയുണ്ട്. ഇതൊരു സാങ്കേതിക മുടക്കം മാത്രമല്ല, ഭരണഘടനാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും ഗുരുവായൂർ ക്ഷേത്രത്തിന് കേടുപാടുണ്ടാക്കുന്ന സാഹചര്യമാണ്. ദേവസ്വം ബോർഡ് ഇതുവരെ സാങ്കേതിക പരിഹാരങ്ങളിൽ വൈകിപ്പോയതും ലോകോത്തര രീതിയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ നടപ്പാക്കാത്തതും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രശസ്തി നശിപ്പിക്കാൻ ഇടയാക്കുന്നതായും ഭക്തജനങ്ങൾ അഭിപ്രായപ്പെട്ടു. ഭക്തജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാതെ അനുഭവ സൗകര്യങ്ങൾ മാത്രം വാഗ്ദാനം ചെയ്യുന്നത് മതിയായ നടപടിയല്ലെന്നും പരാതി ഉയരുന്നു. ഭക്തജനങ്ങളും സംരക്ഷണ പ്രവർത്തകരും ടോക്കൺ സംവിധാനവും ക്യൂ മാനേജ്മെന്റും ഉടൻ നടപ്പിലാക്കണം. ദർശന സമയം സജ്ജമാക്കി ഭക്തജനങ്ങൾക്ക് സുരക്ഷിതമായ അനുഭവം ഗുരുഭവനപുരിയിൽ ഉറപ്പാക്കണം.